ഇടുക്കി ചീനിക്കുഴിയിൽ മകനെയും കുടുംബത്തെയും പെട്രോൾ ഒഴിച്ച് തീ വെച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ആലിയം കുന്നേൽ ഹമീദ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. 2022 മാർച്ച് 19 4 പേരെ കൊന്നത്. ജെയിനസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, പ്രമാദമായ കേസായിരുന്നു. 4 കൊലപാതകങ്ങൾ. അതിലെ പ്രതി കുറ്റക്കാരെന്ന് കണ്ടെത്തുമ്പോൾ ആ കേസിന്റെ പശ്ചാത്തലം, ഇനി ശിക്ഷാവിധി എന്നുണ്ടാകും? പ്രജീഷ, ഒരു നാടിനെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സംഭവമാണ് ചീനിക്കുഴിയിൽ ആലിയ കുന്നേൽ ഫൈസലിൻ്റെയും ഭാര്യയുടെയും കുട്ടികളുടെയും കൊലപാതകം. ഫൈസലിൻ്റെ പിതാവ് ഹമീദ് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് ഈ കേസിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ കൊല്ലപ്പെട്ടവരാരും ഒരു കാരണവശാലും രക്ഷപ്പെടരുത് എന്ന് ഈ പ്രതി ഉറപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആസൂത്രണം ഇയാൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഈ പ്രതിയുടെ മറ്റൊരു ക്രിമിനൽ മാനസികാവസ്ഥ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 2022 മാർച്ച് 19 ഈ സംഭവം നടക്കുന്നത്. ഈ ഹമീദും മകനും തമ്മിൽ ചില സ്വത്ത് സംബന്ധിച്ച തർക്കമുണ്ടായിരുന്നു. ഇഷ്ടദാനമായി ഫൈസലിന് നൽകിയ ഭൂമിയും വീടും അത് തിരിച്ചു നൽകണമെന്ന് ഹമീദ് പലതവണ ആവശ്യപ്പെട്ടു. ചില കോടതികളെയും അതോടൊപ്പം തന്നെ ട്രൈബ്യൂണലിനെ അടക്കം സമീപിച്ചിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ ഹമീദിന് തിരിച്ചടി ഏൽക്കുകയായിരുന്നു. ഇതിനുശേഷം ഈ ഫൈസലിനെയും കുടുംബാംഗങ്ങളെയും കൊലപ്പെടുത്തണമെന്ന് ഇയാൾ ഉറപ്പിച്ചു തന്നെയാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത്. ഈ കൊലപാതകം നടന്ന ദിവസം രാത്രി ഒരു 12 മണിക്ക് ശേഷം ഈ ഫൈസലും കുടുംബവും ഭാര്യയും 2 മക്കളും അവർ ഒരു മുറിയിലാണ് കിടന്നുറങ്ങിയിരുന്നത്. ആ മുറി പുറത്തുനിന്ന് പൂട്ടി ഈ പ്രതി പുറത്തിറങ്ങുകയായിരുന്നു. അതിനുശേഷം ഫൈസലിന് ഈ പെട്രോളിൻ്റെ ബ്ലാക്കിലുള്ള കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ കടയിൽ പെട്രോൾ സൂക്ഷിച്ചിരുന്നു. അവിടെ നിന്ന് മോഷ്ടിച്ച ഈ പെട്രോള് കുപ്പിയിലാക്കി അതിൽ തിരിയിട്ട് കത്തിച്ചതിന് ശേഷം ഈ ഫൈസലും ഭാര്യ ഷീബയും മെഹറിനും 2 കുട്ടികളാണുള്ളത്. 9, 11 വയസ്സുള്ള 2 പെൺകുട്ടികൾ. അവർ നൽകിയത് ഇടുക്കി ചീനിക്കുഴിയിൽ മകനെയും കുടുംബത്തെയും പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ കേസ് എല്ലാവരെയും ഞെട്ടിച്ചതാണ്. ആ കേസിലെ പ്രതിയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്, അതുകൂടി കേട്ടു പോകാം. ചീനിക്കുഴി കേസിലെ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. അത് IPC 436 വകുപ്പുകൾ പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ശിക്ഷയെ പറ്റി ഇന്ന് വാദം ചെയ്തു. പ്രോസിക്യൂഷൻ ഇതിൽ പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് വാദം